ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിരവധി ആളുകൾ വീണ് പരിക്ക് പറ്റിയേക്കുന്നു. ഈ സംഭവത്തിന് ശേഷം ഇവർ വന്നിട്ട് അവിടെ ഇവിടെ ഒരു 2 ഫ്ലെക്സ് വെച്ച് അപകടകരമാണ് എന്ന് കാണിച്ചു വെച്ചിട്ട് പോവുകയല്ലാതെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവരെയൊക്കെ സാങ്കേതികമായോ പല തടസ്സങ്ങളുണ്ടാകുന്നത് പണി പെട്ടെന്ന് തീർക്കുന്നതിന് ഒക്കെ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ആ നിർമ്മാണം തീരുന്നവരേക്ക് റോഡ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിടുക. ഒരാളുടെ പോലും കാലോ കയ്യോ ഒടിയുന്നോ ജീവഹാനി സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് റോഡ് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്ത് മറ്റു വഴികൾ വാഹനം തിരിച്ചുവിടുക. അതിനുശേഷം അവർക്ക് സൗകര്യം പോലെ പണിതാൽ മതി. ഒരു നിർബന്ധമില്ല നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പണിയണം. റോഡ് നിർബന്ധമായിട്ട് ഇന്ന് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തേ പറ്റും. കാരണം അത്ര അപകടകരമായ അവസ്ഥയിലാണ് തെറ്റുന്നത്. അത്രേ പിന്മാറുള്ളൂ. അതല്ല ഇനിയിപ്പോൾ ബലം വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ പോലീസ് സ്റ്റേഷനിൽ എപ്പോൾ ഇറക്കി വിടണോ അപ്പോൾ ഇവിടെ ഒന്ന് വീണ്ടും കിടക്കും. പരിഹാരം ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് അടച്ചുകെട്ടൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇത് പിന്മാറില്ല. പൊതുമരാമത്ത് റോഡിലെ കലുങ്ക് ഇടിഞ്ഞു തകർന്നതിനെ തുടർന്ന് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് റിട്ടയർഡ് പോലീസുകാരൻ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. എറണാകുളം രായമംഗലം കീഴിലം കുറിച്ചിലക്കോട് റോഡിലാണ് പ്രതിഷേധം. സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. കലുങ്കിടിഞ്ഞ് വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മാസങ്ങൾക്ക് മുൻപേ പരാതി കൊടുത്തിട്ടും പൊതുമരാമത്ത് വകുപ്പിന് അനക്കമില്ലെന്നാണ് പരാതി. റിട്ടയർഡ് പോലീസുകാരന് പിന്തുണയുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇതൊന്നും ജീവനാപത്തുണ്ടാവുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ കുഴിയായിട്ട് കിടക്കുന്ന സമയത്ത് ഇരുചക്രവാഹനം വന്നതിന്റെ അവർക്കിത് പെട്ടെന്ന് കാണാൻ പറ്റൂല, അത് തെറിച്ചു പോകും. MC റോഡിലെ തിരക്കിൽ നിന്ന് മാറി കോടനാട് പാലം വഴി മൂവാറ്റുപുഴ ഭാഗത്തേക്ക് ഇതുവഴിയാണ് ഭാരവാഹനങ്ങളടക്കം കടന്നുപോകുന്നത്. കലുങ്ക് പുനർനിർമ്മിക്കുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കണമെന്നാണ് ആവശ്യം. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് സമരക്കാർ പറയുന്നു. തിരിഞ്ഞു പോകോളൂ. ഇപ്പോൾ വന്നാൽ രണ്ടോ